ഈ ജമ്മു കാശ്മീരിലെ റെയ്സിയിൽ ഒരു ആക്രമണം നടന്നു. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട ഒരു സംഘടന ഏറ്റെടുത്തു എന്ന് പറയുന്നു. അത് വാസ്തവമാണോ? അങ്ങനെയാണെങ്കിൽ പുതിയ സർക്കാർ ഇനി എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? ഇത് TRF, അത് പാകിസ്ഥാൻ ISI അവരുടെ ചാരസംഘടനയൊക്കെ അനുകൂലിക്കുന്ന ഒരു പോഷക സംഘടനയാണ്. ലഷ്കർ എ തൈബയുടെ പോഷക സംഘടനയാണ്. TRF എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് എന്നിട്ട് അവിടെ അസാധാരണമായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വെടിവെച്ചല്ലോ ഈ യാത്രക്കാർക്ക് നേരെ. ആദ്യം ഇത് നിർത്തിയിട്ട് ഡ്രൈവർക്ക് നേരെ വെടിവെച്ചു, കൊല്ലപ്പെട്ടു. അപ്പോൾ ഉപയോഗിച്ച റൈഫിള് പിന്നെ അമേരിക്കൻ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് US മെയ്ഡ് M16 സാധാരണഗതിയിൽ അങ്ങനെ കാണാറില്ല ഈ റൈഫിള്. അത് ഇതിനു മുമ്പ് 2020 ജൂണിൽ കാശ്മീരിൽ രജൗറിയിൽ കണ്ടിരുന്നു ഒരാക്രമണത്തിൽ. അത് കഴിഞ്ഞ് 2022 ഓഗസ്റ്റിൽ ഊറിയിൽ നടന്ന ഒരാക്രമണത്തിലും കണ്ടിരുന്നു. ഈ ജൂണിൽ കണ്ടത് അമേരിക്കൻ നിർമ്മിതമായിരുന്നു M16 എങ്കിൽ ഈ 2022 കണ്ടത് ചൈനീസ് നിർമ്മിതമായിരുന്നു. അതുകൊണ്ടാണ് ഇത് വലിയ അസാധാരണമാണ്. ഇത്തവണത്തത് ഏത് മേക്കാണെന്ന് വാർത്തകളിൽ വന്നിട്ടില്ല. M16 ആണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഡ്രൈവറെ മുന്നിൽ നിന്ന് കൊന്നിട്ട് ഇത് താഴേക്ക് പോയിട്ട് ഒരു കുഞ്ഞും ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതെ, 2 വയസ്സുള്ള കുഞ്ഞ്. അതെ, കുഞ്ഞ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ TRFന് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന് ജലം മീഡിയ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, ഈ ഇസ്ലാമിക ഭീകരവാദം പ്രചരിപ്പിക്കാനും ഒക്കെ ആയിട്ട്. ആ ജലം മീഡിയ ഹൗസ് വഴിയാണ് ഞങ്ങളാണിത് ചെയ്തത് എന്ന് TRF ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിത് തുടരും, ഈ കാര്യങ്ങൾ തുടരും. ഈ പ്രദേശത്തുള്ള ഇല്ലാത്ത ആളുകളെ ഇവിടെ കണ്ടാൽ ഞങ്ങൾ വെടിവെക്കും, ഈ പ്രദേശവാസികളല്ലെങ്കിൽ. അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ടൂറിസ്റ്റുകൾ വരരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ടൂറിസ്റ്റുകളെ കാണണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. കാരണം ടൂറിസം ഭയങ്കരമായിട്ട് അവിടെ വളർന്നിട്ടുണ്ടല്ലോ. ഹോട്ടൽ മുറികളും ഒക്കെ ബുക്ക് ചെയ്ത് ഈ വർഷം മുഴുവനൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ വലിയ തോതിൽ വളരുന്ന ഇത് മറ്റേ കണ്ണി പിടിച്ചിട്ടില്ല. എന്നിട്ട് ഇതൊരു നവോത്ഥാനത്തിൻ്റെ തുടക്കമാണ് അവർ പറഞ്ഞിരിക്കുക. അതിൽ പുതിയ സംഭവത്തിൻ്റെ ഒക്കെ തുടക്കമാണിത് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 370 അത് പിൻവലിച്ച ശേഷം 2019 പിൻവലിച്ച ശേഷം ഈ TRFനെ പറ്റി നമുക്ക് അറിവുണ്ടായിരുന്നു. ഈ TRFനെ ഭീകര ഗ്രൂപ്പായിട്ട് UAPA പ്രകാരം 2020 ഭീകര ഗ്രൂപ്പായിട്ട് പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ. ഇതേപ്പറ്റി ഇന്ത്യ ഗവൺമെൻറ്റിന് അറിവുണ്ടായിരുന്നു. ഇവർ സാധാരണ അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ സൈക്കോളജിക്കൽ വാർ എന്ന് പറഞ്ഞ സംഭവമാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഇന്ത്യക്കെതിരെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇന്ത്യക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ അണിചേരുക എന്ന് ഈ ആഹ്വാനങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. 2023 മാർച്ചിൽ ഇവർ പല നമ്മുടെ പട്ടാള ഭടന്മാരൊക്കെ ഉണ്ടല്ലോ പട്ടാളത്തിലൊക്കെ, അവരെയും അവിടുത്തെ സാധാരണക്കാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് കൊല്ലാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് 2023 മാർച്ചിലൊക്കെ കിട്ടിയതായിട്ടൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വലിയ തോതിൽ ഇപ്പോഴാണ് ഇവർ വരുന്നത്. ഇവർ നിരോധിത കശ്മീർ സംഘടനകളുണ്ടല്ലോ, തീവ്രവാദ സംഘടനകൾ നിരോധിച്ചിട്ട് ആയുധങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കണ്ടുകെട്ടിയൊക്കെ കൊണ്ടുപോകുമല്ലോ. ഈ നിരോധിത സംഘടനകൾക്കൊക്കെ ഈ TRF ആയുധം എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നുഴഞ്ഞുകയറ്റം നടത്തുന്നവരെ സഹായിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന്. അതിർത്തിക്കപ്പുറവും ഇപ്പുറവും മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് ഇവർ.
ഇവർ പണ്ഡിറ്റുകൾക്കെതിരാണ്. പിന്നെ ഉത്തർപ്രദേശ്, ബീഹാർ അവിടെ നിന്നൊക്കെ വരുന്ന ഈ കുടിയേറ്റ തൊഴിലാളികളില്ലേ, മൈഗ്രൻ്റ് ലേബറേഴ്സ്, അവർക്കെതിരാണ്. അങ്ങോട്ട് വരണ്ടെന്നുള്ളത്. അങ്ങോട്ട് ഇനി ഇവരൊന്നും വരണ്ട എന്നുള്ളത്. ഈ ടൂറിസ്റ്റുകൾ വരണ്ടെന്ന് പറയുന്ന പോലെയാണ് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജോലിക്കാരും ഇവിടെ ഒന്നും വരണ്ട എന്ന് പറയുന്ന ആളുകളാണ്. ഇതിനു മുമ്പും ഒരു ബസ്സിനെതിരെ ഇവർ ആക്രമണമൊക്കെ നടത്തിയ ചരിത്രമുണ്ട്. ഈ ബസ് 53 സീറ്ററായിരുന്നു, 53, 50 പേര് യാത്രക്കാരായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അമർനാഥ് യാത്ര നടക്കാൻ പോകണു. അമർനാഥ് യാത്രയുടെ റൂട്ടിലുള്ള സ്ഥലവും ആയിരുന്നു ഇത്. പിന്നെ സെപ്റ്റംബറിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങളാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കരുത്, അമർനാഥ് യാത്ര നടക്കരുത്, ഈ കുടുംബങ്ങളിൽ വികസിക്കരുത്. ഈ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഭീകരവാദത്തിനെ പ്രവർത്തിക്കുന്ന ആളുകളെ ഒഴിവാക്കണം, അല്ലെങ്കിൽ അത്തരം കുടുംബങ്ങൾക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ സംസാരിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടും ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ഈ മന്ത്രിമാരോ ഒന്നും എന്താണ് ഒരു ശക്തമായ നിലപാട് പ്രഖ്യാപിക്കാത്തത്? ഇത്തരം ഒരു സംഭവം അങ്ങനെയല്ല ഇത്. ഈ ഭീകരവാദികളും ഒക്കെ സാധാരണ ലഷ്കർ എ തൊയ്ബയുടെ പോഷക സംഘടനയാണല്ലോ ഇത്. ഇവർ സാധാരണ ചെയ്യുന്നത് വലിയ ഈവൻറ്റുകൾ നടക്കുമ്പോൾ ഇന്ത്യയെ നാണം കെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിങ്ങനെ എല്ലാ ദിവസവും തുടർന്നുകൊണ്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേറൊരു ആക്രമണം കൂടി നടന്നിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ ക്ലിൻ്റൺ സന്ദർശനം നടത്താനായിട്ട് വന്നല്ലോ, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം അഭിസംബോധനയൊക്കെ ചെയ്യുന്ന അന്ന് 36 കശ്മീരി സിഖുകാരെ കൂട്ടക്കൊല ചെയ്തു തലേന്നും. പിന്നെ അതിൻ്റെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ആ ക്ലിൻ്റൻ്റെ പ്രസംഗമൊക്കെ പാർലമെൻറ്റിൽ നടന്നത്. അതായത് ഇവിടെ അരാജകത്വമാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം. നന്നായിട്ട് ഇന്ത്യ നടക്കരുത്, നന്മയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ വിദേശ രാജ്യങ്ങൾക്ക് ഒക്കെ മുമ്പിൽ ഇന്ത്യയെ താറടിച്ച് കാണിക്കുക, ഇതൊക്കെയാണ് അന്ന് അത് ചെയ്തത് ലഷ്കർ എ തൊയ്ബയാണത്. 2020 മാർച്ച് 20 ചിട്ടി സിംഗ്പുര കൂട്ടക്കൊല എന്ന് പറയുന്ന സംഭവമാണത്. ചിട്ടി സിംഗ്പുര മസാക്കർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ 35 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ടൂറിസം അവിടെ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. മുമ്പൊക്കെ ഇവിടുന്നൊക്കെ പോകുന്ന ചില ആളുകളെയൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ പോകുന്ന ആളുകൾ ബന്ദികളാക്കുക, വെടിവെച്ച് കൊല്ലുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെന്നൈയിൽ നിന്ന് പോയ ഒരാൾ 4-5 കൊല്ലം മുമ്പ് ഇങ്ങനെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3 ദിവസത്തിനുള്ളിൽ 3 ആക്രമണം നടക്കുക എന്ന് പറയുന്നത് ടൂറിസത്തെയും ബാധിക്കും എന്നുള്ള ഒരു ഉറപ്പല്ലേ? അത് കത്തുവേലും ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഈ അവർ പരിപാടികൾ ക്യാൻസൽ ചെയ്യുമല്ലോ, ടൂറിസ്റ്റുകൾ ബുക്കിങ്ങും ഒക്കെ ക്യാൻസൽ ചെയ്യും. ഇത് അശാന്തിയാണെന്ന് തോന്നും. കാരണം ഉടനെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണമല്ലോ അവിടെ. അപ്പോൾ POKയിൽ 24 സീറ്റ് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിൽ ഇന്ത്യ പല കാര്യങ്ങളും ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത നമ്മളീ പറയുന്ന ബിഹൈൻഡ് ദ സീൻസ് നിൽക്കുന്ന ആളുകൾ, അജ്ഞാതൻ അവിടെ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പം ഇത് രംഗത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇത് ലഷ്കർ എ തൊയ്ബ തന്നെത്താനെ ആലോചിച്ച് ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല. ഇത് ആ ബസ്സിനെ ആക്രമിച്ചതിൻ്റെ അകത്ത് അത് ആ സ്ഥലം നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അന്വേഷകർക്ക് വ്യക്തമാണ്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു മിലിറ്റൻറ്റിൻ്റെ ചിത്രം വരച്ചിട്ടേ റിലീസ് ചെയ്തിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് നവാസ്, അതുപോലെ ഷെരീഫ്, അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്, ഇവരൊക്കെ ഒരു പ്രധാനമന്ത്രിക്ക് ഒരു സന്ദേശം വെച്ചു. പക്ഷേ ഇന്ത്യയുടെ റെസ്പോൺസ് ഒട്ടും പോസിറ്റീവ് അല്ലായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഒരു തിരിച്ചടി നൽകിയതാണെന്ന് പറയാൻ പറ്റുമോ ഇതിനെ? അതിന് ഈ ഷഹബാസ് ഷെരീഫിൻ്റെ പാർട്ടിയുടെ വീണ്ടും അധ്യക്ഷനായിട്ട് സഹോദരനാണല്ലോ ചേട്ടൻ നവാസ് ഷെരീഫ് വന്നിട്ടുണ്ട്. പക്ഷേ നവാസ് ഷെരീഫ് പൊതുവെ ഇന്ത്യക്ക് അനുകൂലമായ പ്രസ്താവനയാണ് നടത്തിയതായിട്ട് ഞാൻ കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഷെരീഫിൻ്റെ പർവേസ് മുഷറഫിൻ്റെ കാലത്തൊക്കെ ഈ വാജ്പേയി ആയിട്ട് ഉണ്ടാക്കിയ ഉടമ്പടി പാകിസ്ഥാൻ തന്നെ ലംഘിക്കുകയായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയത് നവാസ് ഷെരീഫ്.
നവാസ് ഷെരീഫ് വാജ്പേയിയുമായിട്ട് മറ്റേ ലാഹോർ ബസ് ഡിപ്ലോമസി ഒക്കെ നടത്തിയിരുന്ന ആളല്ലേ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാന് തിരിച്ചടി ഇപ്പോൾ കാനഡയുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാനഡ ഈ ഒരു അഭിനന്ദന സന്ദേശം മോദിക്ക് അയച്ചിരുന്നു. പക്ഷെ ആ അഭിനന്ദന സന്ദേശത്തിൽ കുത്തുവാക്കുകളുണ്ടായിരുന്നു ട്രൂഡോ അയച്ചതിൽ. അപ്പോൾ സാധാരണഗതിയിൽ അന്ന് തന്നെ മറുപടി അയക്കും. പക്ഷെ ട്രൂഡോയ്ക്കുള്ള മറുപടി 4 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ എടുത്ത് ആണ് അയച്ചത്. നല്ല വാചകമൊക്കെ ഉണ്ടാക്കണമല്ലോ നയതന്ത്രപരമായിട്ട്. അപ്പം പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ബന്ധമായിരിക്കണം നമ്മളിനി തുടരേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പാകിസ്ഥാന് നമ്മൾ അങ്ങനെ വലിയ തോതിൽ പരിഗണിക്കേണ്ട കാര്യമില്ല. ഈ പാകിസ്ഥാൻ്റെ പിന്നിലിരുന്ന് കളിക്കുന്ന ഈ പാകിസ്ഥാനൊക്കെ ഈ നിഴലിൽ കളിക്കുന്ന പാവകളൊക്കെയാണ് ഈ IS എന്നൊക്കെ പറയുന്നതൊക്കെ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ക്രിക്കറ്റ് തോറ്റല്ലോ പാകിസ്ഥാൻ. അതെ. എന്താണ് ആ കോച്ച് പറഞ്ഞത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ? IMF വായ്പകാരനാണ് നമ്മൾ കളി തോറ്റതെന്നാണ് പറഞ്ഞത്. അപ്പോൾ IMF വായ്പ കാരണം കളി തോറ്റു എന്ന് അങ്ങേര് പറയണമെന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ അവസ്ഥയെ പറ്റിയാണല്ലോ പറയുന്നത്. കാരണം ഒരു എക്സ്റ്റെൻഡഡ് ലോണിന് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് അൻവർ മക്സൂദ് ആണ് കോച്ചിൻ്റെ പേര്. കോച്ച് പറഞ്ഞതാണ് IMF വായ്പകാരനാണ് നമ്മൾ തോറ്റതെന്ന്. എന്ന് പറഞ്ഞാൽ കടക്കിണിയിലാണ്, കുത്തുപാള എടുത്തിരിക്കുകയാണ്, എല്ലാം വിൽക്കാൻ വച്ചിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പാകിസ്ഥാൻ എയർലൈൻസ് ഉൾപ്പെടെ, അമേരിക്കയിലെ അവരുടെ എയർലൈൻസിൻ്റെ റൂസ്വെൽറ്റ് ഹോട്ടൽ ഉൾപ്പെടെ എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ ഇതുകൊണ്ട് തോറ്റതെന്ന് കോച്ച് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ആക്രമണം ഉണ്ടായതിനെ എന്തായാലും ഇന്ത്യ ഗൗരവമായിട്ട് കാണണം. ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ അട്ടിമറിക്കാനാവും. ഇന്ത്യ അത് തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൗരവമായിട്ട് തന്നെ. ഇതിപ്പോൾ ചെയ്ത ആളുകളെയൊക്കെ നമുക്കറിയാമല്ലോ. ഇതിപ്പോൾ അത്ര ശക്തമായ നിലയിലൊന്നുമല്ല ഇപ്പോൾ ലഷ്കർ എ തയ്ബ നിൽക്കുന്നത്. കാരണം ലഷ്കർ എ തയ്ബയുടെ ഉന്നത നേതാക്കളെയാണ് ഈ അജ്ഞാതൻ വെടിവെച്ചു വന്നിരിക്കുന്നത്. നമ്മുടെ മുംബൈയിൽ സ്ഫോടനം നടത്തുക, എയർ ഇന്ത്യ വിമാനം തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തിയ ആളുകളെയൊക്കെ തന്നെയാണ് ശരിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വേണം. അതായത് കാശ്മീരിൻ്റെ സ്വസ്ഥതയും ശാന്തിയും നശിപ്പിക്കാനായിട്ട് നമ്മളിപ്പോൾ സോറോസിനെ പറ്റി എത്ര ചർച്ച ചെയ്യുന്നു. അയാൾ ഈ കാശ്മീർ തീവ്രവാദം ഊട്ടി വളർത്തുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരുപാട് ഫണ്ട് ചെയ്തു. അതുകൊണ്ട് ആഗോള അജണ്ടയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലാതെ ഇത് പാകിസ്ഥാനും ലഷ്കർ എ തയ്ബയാണെന്നൊന്നും കരുതിയിട്ടൊന്നും ഇതിനെതിരെ പയറ്റിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ആഗോള അജണ്ടയുടെ ഭാഗമാണ്. അവർ ഫ്രം ഡേ 1 ഈ തുടങ്ങിയെന്നർത്ഥം. സത്യപ്രതിജ്ഞ നടക്കുമ്പോഴാണല്ലോ ഇത് ചെയ്തത്. അതെ അതെ അതെ. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, വലിയ ഈവൻറ്റുകൾ നടക്കുമ്പോഴാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഈ ജനാധിപത്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുക എന്നാണ് പറയുന്നത്. പക്ഷെ ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രങ്ങളെ, പാർലമെൻറ്റിനെയൊക്കെയാണ് ആക്രമിക്കാറ് ഇവർ സാധാരണ. ഇത്തവണ ജനാധിപത്യം മര്യാദയ്ക്ക് നടന്നു എന്നാണല്ലോ അവർ പറയുന്നത്. കാരണം കുറച്ച് സീറ്റ് മറ്റേ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലവർ 29 സീറ്റ് TMCയുടെയും ചേർക്കുന്നുണ്ട്, തൃണമൂലിൻ്റെ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, മര്യാദക്കുള്ള സീറ്റൊക്കെ മതിയായിരുന്നു. പിന്നെ ഈ SP കോൺഗ്രസ് സഖ്യം എത്ര കാലം നിലനിൽക്കുന്നു കണ്ടു തന്നെ അറിയണം. അപ്പോൾ എന്ത് പറഞ്ഞാലും പറയുന്ന ഈ അമിത്ഷാ എന്തായാലും ഒരു തീരുമാനം എടുക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കാശ്മീർ എന്തോ നമ്മൾ ചെയ്യാൻ പോകുന്നു എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന നിരപരാധികളാണ്. അതെ അതെ. അമ്പലം ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ആളുകൾ. അവർ പറഞ്ഞ് ഈ വണ്ടി മറിഞ്ഞു കിടന്നപ്പോൾ പോലും പിന്നെയും വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. അവർ അനങ്ങാതെ കിടന്നു. അതെ, അവരെ ഇങ്ങനെ നിലത്ത് കിടന്നു, മരിച്ച പോലെ കിടന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് രക്ഷപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അപ്പം കാശ്മീരിൻ്റെ ടൂറിസവും സമാധാനവും ഒക്കെ നശിപ്പിക്കുന്നവർക്കെതിരെ പുതിയ ഭരണകൂടം ശക്തമായ നിലപാടെടുക്കുമെന്ന്. എന്നാലേ അവിടെ തെരഞ്ഞെടുപ്പൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ശക്തമായ ഇടപെടൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.